ഇപ്പോൾ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറിയ സ്ഥാനാർത്ഥിയായേക്കുമെന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നടന്നില്ല? എതിർപ്പ് വീട്ടിൽ നിന്നായിരുന്നോ പാർട്ടിയിൽ നിന്നായിരുന്നോ? സ്ഥാനാർത്ഥിയാകുമെന്ന് ഞാനൊരിക്കലും പറഞ്ഞിരുന്നില്ലല്ലോ. അതങ്ങനത്തെ ഒരുപാട് വാർത്തകൾ ചാനലുകളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ഞാൻ അല്ലാതെ ഈ സോഷ്യൽ വർക്കിന് ഞാൻ പോകുമ്പോൾ ഒരുപാട് ആളുകൾ മത്സരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ കോൺഗ്രസ്സിന് എപ്പോഴും പാർട്ടിയുടേതായ നയമുണ്ട്. അവർ നമ്മുടെ 140 നിയോജക മണ്ഡലത്തിലും ഏറ്റവും സമുന്നതരായ 140 കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്ത് പാർട്ടി എന്ന് തീരുമാനിക്കുന്നു. അതനുസരിച്ചാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എപ്പോഴും പോകുന്നത്. അപ്പം പാർട്ടി 140 കാൻഡിഡേറ്റ്സിനെ തീരുമാനിച്ചു, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പോയി എന്നാണ് ഉള്ളത്. അല്ലാതെ അതിൽ വേറെ പ്രത്യേകതരമായ എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥി ആയേക്കുമെന്ന് കേട്ടിരുന്നു. ശരിക്കും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നോ അതോ വേണ്ടെന്ന് സ്വയം തീരുമാനിച്ചിരുന്നു? ചെങ്ങന്നൂർ മാത്രമല്ല, ചെങ്ങന്നൂരും കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെ 6-7 മണ്ഡലങ്ങളിൽ പല പല വാർത്തകൾ കേട്ടിരുന്നു, പല കാര്യങ്ങൾ വന്നിരുന്നു. ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു എന്നൊരു കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് നമ്മുടെ അടുത്ത് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അത് പറയുകയോ ഒന്നും ചെയ്തില്ല. അതേസമയം തന്നെ ഞാൻ പറയുകയാണ്, കോന്നി നിയോജക മണ്ഡലം കൺവെൻഷനിൽ ഞാൻ ആ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ചെന്നപ്പോഴാണ് ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ഇങ്ങനെ പാർട്ടി ഇങ്ങനെ മറിയയുടെ പേര് പലതും പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു. അന്നാണ് ഞാനും അത് ആദ്യമായി കേൾക്കുന്നത്. അതുവരെ എനിക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്പോൾ എന്തോ അത് കൺസിഡർ ചെയ്തിരുന്നു എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അതിനെ ഞാൻ വലിയൊരു അംഗീകാരമായി കാണുന്നു.